ഒരു സന്യാസ സഭയെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സന്യാസത്തിൻ്റെ ചിട്ടകൾ, ക്രമങ്ങൾ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരു ഭവനത്തിലായിരുന്നു കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തന്നു. Fire! Holy Spirit! ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ സൂന റോസ്. ഇത് വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൽമായ സഹോദരങ്ങൾ, അതും ചെറുപ്പക്കാർ ഇത്രയും ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ മുന്നേറുന്നത് ഓർക്കുമ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജെഫിൻ ബ്രദറിൻ്റെ ജീവിതം കേട്ടപ്പോൾ, ജീവിതത്തിനെ കണ്ടപ്പം തൊട്ട് ഇത്ര കൊച്ച് ഇതെന്നതാ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓർത്ത് വല്ല +2 പഠിച്ചിട്ട് വല്ല സാക്ഷ്യം പറയാൻ വല്ലതും വരുന്നതെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ ആ ടോക്കിലൂടെ കടന്നു പോയപ്പോഴാണ് ഇത്രയും കരുത്ത് ദൈവാനുഭവത്തിൽ. പിന്നെ കഴിഞ്ഞ ടോക്കിലൂടെയൊക്കെ അനുഭവിച്ച സഹനങ്ങളെല്ലാം നന്നായി എടുത്തുകൊണ്ട് മാത്രമേ, പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒരു സന്യാസ സഭയെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സന്യാസത്തിൻ്റെ ചിട്ടകൾ, ക്രമങ്ങൾ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരു ഭവനത്തിലായിരുന്നു കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തന്നു. കാരണം ഒരു ധ്യാനത്തിലും ഒരിക്കലും ഇനി നമ്മൾ എന്തെടുക്കണം, നമ്മൾ തെറ്റിൽ വീണ് പോയാൽ എന്തെടുക്കണം ആരും പറഞ്ഞു കൊടുക്കരുത്. ധ്യാനത്തിലൂടെ അത് കടന്നു പോകും. അത് കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, താൻ ചെയ്യുന്ന കാര്യം, താൻ അനുഭവിച്ചിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് ഈശോയിൽ ഇനിയും വിട്ടുപോയാൽ ഇനി എന്തെടുക്കണം, നമ്മൾ ഈശോയോട് ഏറ്റുപറയുക, ക്ഷമ ചോദിച്ചുകൊണ്ട് വീണ്ടും കുമ്പസാരിക്കണം. അങ്ങനെ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് വളർത്തുവാൻ ഈ സഹോദരൻ കാണിക്കുന്ന വലിയൊരു കൃപ എൻ്റെ മനസ്സിന് എന്നെ നിറവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്തിരിക്കുന്ന അമ്മച്ചി അതുപോലെ എന്നോട് പറയാറുണ്ട്. ഈ അമ്മച്ചി കാരണം ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം വീട് പുളിങ്ങുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. എൻ്റെ വീട് പുളിങ്ങുന്നതിലാണ്. പക്ഷേ ഞാൻ ഉടുപ്പിട്ടപ്പം തൊട്ട് എന്നെ അവിടേക്ക് അയച്ചതാണ്. പക്ഷേ കന്യാകുമാരിയിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒത്തിരി മക്കളെ നേടണം. ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്നവരാണ് ഞങ്ങൾ 4 പേരും. ആ ക്രിസ്ത്യൻ ധ്യാനം എങ്ങനെ നടത്തണമെന്നുള്ള ഒരു ഇതിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അതിപ്പോൾ ഒത്തിരി എനിക്ക് എനർജി തന്നതായിട്ടും, ഇനി ഒരു മെയ് മാസം ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ ധ്യാനമുണ്ട്. അതിലൂടെ എങ്ങനെ ഈ
യുവതലമുറയെ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയ മെസ്സേജ് എനിക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടി. ദൈവകൃപയാൽ ദൈവം എന്നെ നന്നായിട്ട് നടത്തി. എനിക്ക് അസുഖമൊന്നുമില്ല, ദൈവകൃപയാണ്. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്, പ്രത്യേകിച്ച് ബ്രദറിന്. ദൈവം അനുഗ്രഹിക്കട്ടെ.